ഈശോ മിശിഹായിലുള്ള വിശ്വാസം. ആരാണ് ജീസസ് ക്രൈസ്റ്റ്? അല്ലെങ്കിൽ പ്രത്യേകിച്ചെന്തെങ്കിലും ഗുണം ഈശോ മിശിഹായിൽ അല്ലെങ്കിൽ ജീസസ് ക്രൈസ്റ്റിൽ വിശ്വസിക്കുന്നത് കൊണ്ട് ഉണ്ടോ? എന്താണ് ജീസസ് ക്രൈസ്റ്റിൻ്റെ പ്രത്യേകത? ജീസസ് ക്രൈസ്റ്റ് എന്ന് പറയുന്നത് ഒരു ചരിത്ര പുരുഷനാണ്. അതായത് ലോകത്ത് വന്ന് കടന്നു പോയിട്ടുള്ള വ്യക്തികളിൽ ഒരാളാണ്. കത്തോലിക്ക സഭയിൽ അല്ലെങ്കിൽ ക്രിസ്ത്യൻ വിശ്വാസമനുസരിച്ച് ഈശോ മിശിഹ എന്ന് പറയുന്നത് പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമാണ്. എന്താണ് പൂർണ്ണ മനുഷ്യൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? പൂർണ്ണ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ അത് മനുഷ്യത്വത്തിൻ്റെതായ അല്ലെ മനുഷ്യനുള്ള എല്ലാ വാസനകളും ഉള്ള വ്യക്തി. അല്ലെങ്കിൽ വേദനകളുണ്ടോ? ഉണ്ട്. ബുദ്ധിമുട്ടുകളുണ്ടോ? ഉണ്ട്. കഷ്ടപ്പാടുകളുണ്ടോ? ഉണ്ട്. ഇങ്ങനെ മനുഷ്യൻ്റെതായ എല്ലാ അവസ്ഥയിലൂടെയും കടന്നുപോയ വ്യക്തി. അതാണ് മനുഷ്യത്വം എന്ന് പറയുന്നത്. ഇനി ദൈവത്വം എന്ന് പറഞ്ഞാൽ എന്താ? മനുഷ്യന് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ മാത്രം ചെയ്ത വ്യക്തിയല്ല. മനുഷ്യനെ പോലെ സിമ്പിളായിട്ട് ജീവിച്ച് കടന്നുപോയ ഒരു വ്യക്തിയല്ല. അതായത് ചരിത്രത്തിലൊക്കെ ഒരുപാട് തർക്കമുണ്ടെങ്കിലും ഈശോ മിശിഹ എന്തുകൊണ്ട് യഹൂദ ജനതയ്ക്ക് ഒരു അപ്രിയനായി മാറി എന്നതിന് ഒറ്റ ഉദാഹരണമേ ഉള്ളൂ. അവരുടെ എല്ലാം നിലനിൽപ്പിനെ ബാധിക്കുന്ന പ്രശ്നമായിരുന്നു ഈശോ മിശിഹ എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ്? പറയുന്ന വാക്കുകൾ, ചെയ്യുന്ന പ്രവൃത്തികൾ. അത്ഭുതങ്ങൾ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ മനുഷ്യൻ്റെ ബുദ്ധിക്കും മനുഷ്യന് മനസ്സിലാക്കാൻ പറ്റാത്തതുമായ ഒരുപാട് അത്ഭുതങ്ങൾ ചെയ്തിട്ടുണ്ട്. ആ അത്ഭുതങ്ങളുടെ അടിസ്ഥാനത്തിൽ അവനെ നിരാകരിക്കാൻ പറ്റത്തില്ല. എന്നാൽ അംഗീകരിക്കാൻ പറ്റുമോ? അംഗീകരിച്ചു കഴിഞ്ഞാൽ അവർക്ക് സ്ഥാനമാനങ്ങൾ പോകും. അവരുടെ നിലപാടുകൾ തിരുത്തേണ്ടി വരും. അപ്പം പൂർണ്ണമായിട്ടും അങ്ങനെ ഒരു ശബ്ദത്തെ ഇല്ലാതാക്കാനുള്ള പ്രവണതയും പ്രത്യേകതകളുമാണ് അവർ കാണിച്ചുകൊണ്ടിരുന്നത്. ഈശോ മിശിഹായുടെ ഒരത്ഭുതത്തെ പോലും നിരാകരിക്കാൻ പറ്റിയിട്ടില്ല. അതായത് അത്ഭുതങ്ങൾ ചെയ്യുക എന്ന് പറഞ്ഞാൽ മനുഷ്യന് ചിന്തിക്കാൻ പറ്റുന്ന കാര്യങ്ങളൊന്നുമല്ല ചെയ്തേക്കുന്നത്. മരിച്ചവരെ വരെ ഉയർപ്പിച്ചിട്ടുണ്ട്. ഏറ്റവും അവസാനം സ്വയവും ഉയർത്തെഴുന്നേറ്റു. അപ്പം ഇങ്ങനെ ഒരു ചരിത്രം കിടക്കുന്നത് കൊണ്ട് എന്താണ് പ്രത്യേകത എന്ന് പറഞ്ഞാൽ മനുഷ്യത്വത്തിൻ്റെതായ എല്ലാ പ്രത്യേകതകളും ഉണ്ട്. ഒപ്പം ദൈവത്വത്തിൻ്റെതായ പ്രത്യേകതകളുമുണ്ട്. മനുഷ്യനും ദൈവവും ഏകീകരിപ്പിച്ച വ്യക്തിയാണ്. അല്ലെങ്കിൽ മനുഷ്യനെയും ദൈവത്തെയും ഏകീകരിപ്പിക്കുന്ന വാക്കുകൾ പറഞ്ഞു. അതായത് ബൈബിളിൻ്റെ അടിസ്ഥാനത്തിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ എന്താണ് പഴയ നിയമം എന്ന് പറയുന്നത്? വചനമായ ദൈവമാണ്. അതായത് ആരെങ്കിലും ദൈവത്തെ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ആരും കണ്ടിട്ടില്ല. പിന്നെ എന്താ കേട്ടേക്കുന്നത്? വചനമാണ് കേട്ടേക്കുന്നത്. അല്ലെങ്കിൽ ഒരു സംസാര ഭാഷ മാത്രമാണ് എല്ലാവരും കേട്ടേക്കുന്നത്. അതാണ് വചനമായി മാത്രം നിലനിന്ന ദൈവം. പുതിയ നിയമത്തിൽ ആ വചനമായി നിന്നവൻ അവൻ മാംസരൂപമായി. അതായത് മാംസരൂപമാവുക എന്ന് പറഞ്ഞാൽ മനുഷ്യനായി മാറുക എന്നാണ് പറയുന്നത്. മനുഷ്യനായി മാറി മനുഷ്യത്വത്തിൻ്റെതായ പ്രത്യേകതകൾ കാണിച്ചു. പിന്നീട് പന്തക്കൂസ്തായിലൂടെ ഈശോ മിശിഹായെക്കുറിച്ച് പറയുന്നത് എന്താ? അവൻ ആത്മാവായി മാറി. ആത്മാവ് ഈശോ മിശിഹായുടെ പിന്നീട് വരുന്ന പത്രോസ്ലിഹായും പൗലോസ്ലിഹായും കൃത്യമായിട്ട് പറയുന്നുണ്ട്, ഈശോ മിശിഹായുടെ ആത്മാവ് അവരെ നയിച്ചു. അതായത് മൂന്നും ഒന്നാണ് എന്ന് പറഞ്ഞു വെക്കുന്ന ഒരു സത്യമാണ് ഈ കാര്യങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇനി എങ്ങനെയാണ് ഈശോ മിശിഹായുടെ ജീവിതം സ്റ്റാർട്ട് ചെയ്യുന്നത്? കാനായിലെ അത്ഭുതകരമായി വെള്ളം വീഞ്ഞാക്കി മാറ്റിയാണ് ഈശോ മിശിഹായുടെ അത്ഭുത ജീവിതത്തിന് തുടക്കം കുറിക്കുന്നതെങ്കിൽ, സെഹിയോൻ ശാലയിലെ അവസാന വിരുന്നിൽ തൻ്റെ രക്തത്തെ തൻ്റെ കയ്യിലിരിക്കുന്ന ആ മുന്തിരിച്ചാറിനെ തിരുരക്തമാക്കി മാറ്റിയ അവൻ കടന്നു പോകുന്നത്. അല്ലെങ്കിൽ പഴയ നിയമത്തിൽ
പറുദീസായിൽ നിന്ന് മനുഷ്യനെ പുറത്താക്കിക്കൊണ്ട് ഇനി ഒരു മരവും കൂടിയുണ്ട്. അത് നിത്യജീവന്റെ മരവും കൂടിയുണ്ട്. അതിനാൽ ഇവരെ പുറത്താക്കി അതിന് കാവലേർപ്പെടുത്താൻ പറഞ്ഞു വെക്കുന്ന പഴയ നിയമത്തിൽ, പുതിയ നിയമത്തിൽ അവസാനിക്കുമ്പം ഈശോ മിശിഹായുടെ അവസാനം പറയുന്ന വാക്കുകൾ എന്താണെന്ന് വെച്ചാൽ എന്താ? നിത്യജീവന്റെ അപ്പമാണ്. അതായത് പഴയ നിയമം മാറ്റിവെച്ച നിത്യജീവന്റെ ഫലം പുറപ്പെടുവിക്കുന്ന മരം എന്ന് പറയുന്നത് പുതിയ നിയമത്തിൽ ഈശോ മിശിഹ തൻ്റെ തന്നെ ശരീരത്തെ ഭക്ഷണമാക്കി മാറ്റി നിത്യജീവന്റെ അപ്പമാക്കി മാറ്റിയാണ് കടന്നു പോകുന്നത്. ഞാൻ സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പമാകുന്നു എന്ന് പറഞ്ഞ് പരിശുദ്ധ കുർബാനയെ നിത്യജീവന്റെ അപ്പമാക്കി ഉയർത്തിക്കൊണ്ടാണ് ഈശോ മിശിഹ തൻ്റെ ജീവിതം ഭൂമിയിൽ അവസാനിപ്പിക്കുന്നത്. കാനായിൽ വെള്ളത്തെ മുന്തിരിച്ചാറാക്കിയെങ്കിൽ സെഹിയോൻ ശാലയിൽ മുന്തിരിച്ചാറിനെ തിരുരക്തമാക്കി. പഴയ നിയമത്തിൽ നിത്യജീവന്റെ അപ്പം എന്ന് പറയുന്നത് മനുഷ്യന് അപ്രാപ്യമായ ഒന്നാക്കിയെങ്കിൽ പുതിയ നിയമത്തിൽ ഇതാ ഈശോ മിശിഹായുടെ ശരീരത്തെ അപ്പമാക്കി മാറ്റി, നിത്യജീവന്റെ അപ്പമാക്കി നൽകിക്കൊണ്ടാണ് ഈശോ മിശിഹ കടന്നു പോകുന്നത്. പിന്നെ വേറൊരു പ്രത്യേകത എന്താ? നിലപാടുകളുടെ മനുഷ്യനായിരുന്നു. എടുത്തിരുന്ന ഒരു സ്റ്റാൻഡിൽ നിന്ന് ഒരടി പോലും പുറകോട്ട് പോയതായിട്ട് കണ്ടിട്ടില്ല. സത്യവും നീതിയുമായ കാര്യങ്ങൾ മാത്രമേ ചെയ്തിട്ടുള്ളൂ എന്ന് മാത്രമല്ല, അതിനുവേണ്ടി നിലനിൽക്കാനും ഉറച്ച നിലപാടുകൾ എടുക്കാനുമുള്ള ചങ്കൂറ്റം. കാൽവരി മലയിലേക്ക് നടന്നു കയറുമ്പോഴും 3 ആണുകളിൽ പിടഞ്ഞ് മരിക്കുന്ന സമയത്ത് പോലും അവൻ പറഞ്ഞതിൽ നിന്ന് ഒരടി മാറ്റി പറഞ്ഞിട്ടില്ല. അസാമാന്യമായ സഹനങ്ങളുടെ താഴ്വരകളിലൂടെ യാത്ര ചെയ്യുമ്പോഴും പറഞ്ഞ വാക്കിൽ നിന്ന് ഒരടി മാറ്റി പറയാത്തവൻ. ഇതൊക്കെയാണ് ഈശോ മിശിഹായെ എന്തുകൊണ്ട് എല്ലാവരും ബഹുമാനിക്കുന്നു എന്ന ചോദ്യത്തിന് ഉത്തരം. എന്തുകൊണ്ടാണ് ഈശോ മിശിഹായിൽ വിശ്വസിക്കുന്നവർക്ക് ലഭിക്കുന്ന പ്രത്യേകതകളുടെ അടിസ്ഥാനത്തിൽ മാത്രമല്ല ഈശോ മിശിഹായെ എല്ലാവരും സ്നേഹിക്കുന്നത്? അവനെടുത്ത നിലപാടുകളുടെ, അവനെടുത്ത സഹന ജീവിതത്തോടും ദൈവത്തോടും പുലർത്തിയ വിശ്വാസ ബന്ധങ്ങളിലൂടെ, സംസാര ഭാഷയിലൂടെ ഒക്കെയാണ് ഈശോ മിശിഹ എന്ന വ്യക്തിത്വത്തെ ലോകം അറിഞ്ഞത്. അവൻ ഒരു മലയിൽ പറയുകയും മറ്റൊരു മലയിൽ പ്രവർത്തിക്കുകയും ചെയ്തു. ഒരു മതത്തിൻ്റെയോ ഒരു സംസ്കാരത്തിൻ്റെയോ ഒരു ഭാഷയുടെയോ കോണുകളിൽ കെട്ടി ഒതുക്കി നിർത്താൻ പറ്റുന്ന ഒരു വിശ്വാസ പ്രഖ്യാപനമല്ല ഈശോ മിശിഹ എന്ന് പറയുന്നത്. ലോകത്തിന് മുഴുവൻ സംസാരിച്ചാൽ മനസ്സിലാകുന്ന ഭാഷയാണ് പറഞ്ഞത്, പക്ഷെ ഉൾക്കൊള്ളാൻ പാടാന്നേ ഉള്ളൂ. എവിടെയെങ്കിലും വാശിയോടും വൈരാഗ്യത്തോടും നമ്മുടെ ശക്തി പ്രകടനത്തിലൂടെയും ആരെയെങ്കിലും നേടാമെന്ന് നോക്കിയാൽ നടക്കുമോ? ഈ ലോകത്തിൽ ഇതുവരെ ആർക്കും ഒന്നും നേടാൻ പറ്റിയിട്ടില്ല. കുറേ അടിമകളെ സൃഷ്ടിക്കാനും അവർക്ക് തക്ക സമയത്ത് മാറി ചിന്തിക്കാൻ അവസരം കിട്ടുമ്പോൾ മാറി ചിന്തിക്കുന്നതുമായ ഒരു അവസ്ഥയിലൂടെ മാത്രമാണ് കാര്യങ്ങൾ പോയേക്കുന്നത്. ലോകത്തെ നേടാൻ, അതായത് അതിൻ്റെ വിരോധാഭാസം എന്ന് പറയുന്നത് ലോകത്തിന് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും പൈശാചികമായ മരണത്തിലൂടെ ആ ജീവിതത്തെ അവസാനിപ്പിക്കാൻ ശ്രമിച്ചെടുത്ത് ഇന്ന് 2000 വർഷങ്ങൾക്ക് ഇപ്പുറം നിന്ന് നോക്കുമ്പോൾ നമ്മൾ എന്താ കാണുന്നത്? ലോകത്തിലെ നല്ലൊരു ശതമാനം വ്യക്തികൾക്കും ഈശോ മിശിഹായുടെ നാമത്തിൽ അറിയപ്പെടുന്നവരാണെങ്കിൽ ഈശോ മിശിഹ എന്ന വ്യക്തിയെ അറിയാത്തവരായി ഈ ഭൂമിയിൽ ആരുമില്ല. ആരും അറിയാതെ, ആർക്കും വേണ്ടാതെ, ആരാലും പരിഗണിക്കപ്പെടാതെ തല്ലിക്കൊന്ന് കെട്ടിത്തൂക്കിയ ജീവിതത്തിൽ നിന്ന് ലോകം മുഴുവൻ ഉൾക്കൊള്ളാൻ പറ്റുന്ന സ്വാധീന ശക്തിയായി വളർന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ ഒരു ജീവൻ അല്ലെങ്കിൽ ദൈവ കണം ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ പറ്റത്തില്ല. ആ ഈശോ മിശിഹായുടെ
ജീവിതക്രമം എല്ലാവർക്കും അനുകരണീയമായ ഒന്നായി മാറട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം.